ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഹൈദരാബാദി ബിരിയാണി ഉണ്ടാക്കാം. ഇത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ബിരിയാണിയാണ്. സൺഫ്ലവർ ഓയിൽ ചൂടാവുമ്പോൾ 6 വലിയ സവാള കനം കുറച്ച് നീളത്തിലരിഞ്ഞത് വറുത്തെടുക്കുക. ഇതിന് നമ്മൾ 1 കിലോ ചിക്കനും 4 കപ്പ് അരിയുമാണ് എടുത്തത്. സവാള കരിഞ്ഞു പോകാതെ വറുത്തെടുക്കണം. ചിക്കനിൽ ചേർക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ എടുത്തു വെച്ചിട്ട് വേണം തുടങ്ങാൻ. ഒരു കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി വെള്ളം തോർന്നിട്ട് അടി കട്ടിയുള്ള ഒരു വലിയ പാത്രത്തിൽ വേണം ഇടാൻ. ഇതിലാണ് നമ്മൾ ദം ചെയ്തെടുക്കുന്നത്. വേവിക്കാൻ വെക്കുന്നത് ഇതിൽ തന്നെയാണ്. സവാള വറുത്തതിൻ്റെ ഒരു 1/4 ഭാഗം, സവാള വറുത്ത എണ്ണ 1/2 കപ്പ്, മല്ലിയില പുതിനയില അരിഞ്ഞത് 1 കപ്പ്. മല്ലിയില കൂടുതലും പുതിന കുറച്ചും വേണം എടുക്കാൻ. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് 4 ടേബിൾ സ്പൂൺ, പുളിയില്ലാത്ത തൈര് 1 കപ്പ്, പച്ചമുളക് 3 എണ്ണം അരിഞ്ഞത്. എരിവ് കൂടുതൽ വേണ്ടവർക്ക് പച്ചമുളക് കൂടുതൽ ചേർക്കാം. മുളക് പൊടി 4 ടേബിൾ സ്പൂൺ, കാശ്മീരി മുളക് പൊടിയുടെ ചേർത്തതാണ്. മല്ലിപ്പൊടി 4 ടേബിൾ സ്പൂൺ, ഗരം മസാലപ്പൊടി 1 ടീസ്പൂൺ, ഷാജീരകം 1 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഉപ്പ് 2 ടീസ്പൂൺ, 1 ചെറുനാരങ്ങയുടെ നീര്. ഇത്രയും ചേർത്ത് കൈകൊണ്ട് നന്നായിട്ട് ഇളക്കി അടച്ചു വെക്കണം. ഇത് 2 മണിക്കൂർ മാറ്റി വെക്കാം. 4 കപ്പ് ബസ്മതി അരി നന്നായി കഴുകി 1/2 മണിക്കൂർ കുതിർത്ത് വെക്കണം. 2.5-3 ലിറ്റർ വെള്ളത്തിൽ 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 4 ഗ്രാമ്പു, 4 ഏലക്ക ഇട്ട് 2.5 ടീസ്പൂൺ ഉപ്പിട്ട് തിളയ്ക്കുമ്പോൾ അരിയിടണം. വെള്ളത്തിന് ഉപ്പുണ്ടോയെന്നൊന്ന് ചെക്ക് ചെയ്യണം. പകുതി വേവാകുമ്പോൾ ചോറ് വെള്ളം വാർത്ത് എടുക്കണം. പുരട്ടി വെച്ച ചിക്കനിൽ പകുതി ചോറും മാറ്റി വെച്ച സവാള വറുത്തതിൻ്റെ പകുതിയും മല്ലിയില പുതിന മാറ്റി വെച്ചതിൻ്റെ പകുതിയും ഇട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം.
ബാക്കി ചോറും സവാളയും മല്ലിയിലയും ചേർക്കാം. അരക്കപ്പ് ചൂടുവെള്ളവും 1 ടീസ്പൂൺ നെയ്യും കൂടെ ചേർത്ത് അടച്ച് അടുപ്പിൽ വെക്കാം. ഇതിന് പുറത്ത് നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം വെക്കണം. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെക്കണം. പിന്നെ 30 മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കണം. മുപ്പത് മിനിറ്റ് കഴിഞ്ഞ് തീ കെടുത്തിയിട്ട് അടുപ്പിൽ നിന്ന് മാറ്റാം. 1 മണിക്കൂർ കഴിഞ്ഞിട്ട് തുറക്കാവൂ. സവാള വറുത്ത എണ്ണ ബാക്കിയുണ്ടെങ്കിൽ നമുക്ക് മറ്റെന്തെങ്കിലും എടുക്കാം. ചിക്കൻ കറിക്കോ മറ്റോ എടുക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാവുന്ന ഒരു ബിരിയാണിയാണിത്. പക്ഷേ കുക്ക് ചെയ്യുമ്പോൾ വളരെ ശ്രദ്ധിക്കണം. ആദ്യത്തെ 10 മിനിറ്റ് ഹൈ ഫ്ലെയിമിലും അടുത്ത 30 മിനിറ്റ് തീരെ ചെറിയ ഫ്ലെയിമിലും വെക്കണം. പിന്നെ 1 മണിക്കൂർ കഴിഞ്ഞ് തുറക്കാവൂ. ഇത്രയാണ് ശ്രദ്ധിക്കാനുള്ളത്. ഫ്ലെയിം കൂടിപ്പോയാൽ കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. ഈ ബിരിയാണിയുടെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാകുമെന്ന് വിചാരിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.